എനിക്ക് വീട്ടിൽ പോണം, എനിക്ക് എസ്തപ്പാനെ കാണണം, ബിഗ് ബോസ് എന്നെ ഒന്ന് വിടും. ആരാ പറഞ്ഞറിയാം, എല്ലാവർക്കും അറിയാമല്ലോ. സോഷ്യൽ മീഡിയ താരം രേണുസുതിക്ക് സുധിച്ചേട്ടൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് വലിയ ആർഭാടത്തോടെ വന്ന് കയറിയതാണ്. ഇപ്പം രേണുസുതി പല പ്രാവശ്യം ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നു, എനിക്ക് വീട്ടിൽ പോകണം. പല പ്രാവശ്യം ചോദിച്ചു, ലാലേട്ടൻ ചോദിച്ചു, പോണെങ്കിൽ ഡോറ് തുറന്നു തരാം, ഒന്ന് പോണെന്ന് പറഞ്ഞു. എന്തായാലും ഈ ആഴ്ചയെങ്കിലും തുറന്നു കൊടുക്കണം, ഈ നാടക അഭിനയം അങ്ങ് നിർത്തി കൊടുക്കണം. കാര്യം ഒരു കണ്ടന്റും ഇല്ലാതെ ആകപ്പാടെ മസ്താനിയായിട്ടോ രണയായിട്ടോ അങ്ങോട്ട് ഒരു 1-2 വഴക്കുകൾ ഒഴിച്ചാൽ ഒരു കഥയില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് രേണുസുതി. പല പ്രാവശ്യം പല രീതിയിൽ ബിഗ് ബോസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, നല്ല അതിനകത്ത് നിൽക്കണമെന്ന് ആഗ്രഹമുള്ള വെളിയിൽ എത്രയോ പേരുണ്ട് നമ്മുടെ കേരളത്തിൽ, എത്രയോ പേരുണ്ട് അവിടെ റിയൽ കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നു. ഇവര് ഒന്നും കൊടുക്കാതെ ഈ 4 പേരെ ഔട്ടാക്കിയപ്പം ആദ്യം ഔട്ട് ചെയ്യേണ്ട ആള് തന്നെയായിരുന്നു രേണുസുതി. ഇതിനൊക്കെ എത്രയോ നല്ലതായിരുന്നു ശാരിക കേവിയും മറ്റുമൊക്കെ. ഇപ്പൊ അവരെയൊക്കെ ഔട്ട് ചെയ്യാതെ ഇവരെ മാത്രം ഈ നിലനിർത്തി കൊണ്ടുപോകുന്ന പരിപാടി. അതുപോലെ തന്നെ പൊപ്പി ടാസ്കില് ക്യാപ്റ്റനാക്കിയപ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇവർക്ക് തൊപ്പി വെച്ച് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത ഇവരെ പിടിച്ച് ക്യാപ്റ്റനാക്കി. അക്ബറോ മറ്റും ആ തൊപ്പി വെച്ചിരുന്നെങ്കിൽ കുറച്ച് ആരോഗ്യമുള്ള, ഫിസിക്കലി ആരോഗ്യമുള്ളവർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അവിടെ നമുക്കറിയാം അക്ബറിന്റെ അന്വേഷണവും ഒക്കെ നേരിട്ട ക്രൂര മർദ്ദനമാണ്. അപ്പം ഒരാരോഗ്യവും ഇല്ല, കണ്ടന്റും ഇല്ല. പിന്നെ എന്തിനാ ബിഗ് ബോസ് ഈ രേണുസുതി അകത്ത് നിർത്തിയേക്കുന്നത്? ഈ ആഴ്ചയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണേ എന്ന് പബ്ലിക്കിന്റെ എല്ലാ അഭിപ്രായവും ഉണ്ട്. നിരവധി വീഡിയോസ് അതിന് വരുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ്, ഒന്ന് വിടണേ ബിഗ് ബോസ്.